മറുപക്ഷത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും പിന്നാക്കക്കാരുടെയും അവകാശ സംരക്ഷണം ആരുടെ അജണ്ടയാണ്? എന്തായാലും കേന്ദ്രം ഭരിക്കുന്ന BJPക്കും അവരെ നിയന്ത്രിക്കുന്ന RSSനും അത്തരമൊരു അജണ്ടയില്ലെന്ന കാര്യം ഉറപ്പാണ്. കാരണം സവർണ മേൽജാതി താൽപ്പര്യങ്ങളുടെ അടിത്തറയിൽ നിലകൊള്ളുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് RSSനെയും പരിവാരങ്ങളെയും നയിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങൾ അടിയറ വെച്ച് കീഴൊതുങ്ങി ജീവിക്കേണ്ടവരാണെന്ന സിദ്ധാന്തമാണ് ഇക്കൂട്ടർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുന്നോക്ക വിഭാഗക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ സംവിധാനത്തിലും വിദ്യാഭ്യാസ മേഖലയിലും 10% സംവരണം ഉറപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ സംവരണ വിരുദ്ധ മുദ്രാവാക്യങ്ങളും പ്രക്ഷോഭങ്ങളുമായി തെരുവിലിറങ്ങിയ സംഘപരിവാരത്തിൽ നിന്നും ഇത്തരമൊരു നീക്കം പ്രതീക്ഷിച്ചതാണ്. ഇവിടെയാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത് കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന്റെയും CPMന്റെയും കാപട്യം പുറത്തു വന്നിരിക്കുന്നത്. മുന്നോക്ക സംവരണ ഭരണഘടനാ ഭേദഗതി ലോക്സഭയിൽ വോട്ടിനിട്ടപ്പോൾ സഭയിലുണ്ടായിരുന്ന കോൺഗ്രസും CPMും അടക്കം 323 പേർ ബില്ലിനെ അനുകൂലിച്ചു. മുസ്ലിം ലീഗ് അംഗങ്ങളായ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും AIMIM നേതാവ് അസദുദ്ദീൻ ഉവൈസിയും മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അണ്ണാ DMK വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തി. രാജ്യസഭയിൽ 165 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 7 പേർ മാത്രമാണ് എതിർക്കാനുണ്ടായിരുന്നത്. ജനുവരി 7-ാം തീയതി ചേർന്ന കേന്ദ്രമന്ത്രിസഭ മുന്നോക്ക സംവരണ ബില്ലിന് അംഗീകാരം നൽകിയെന്ന വാർത്തയ്ക്കെതിരെ രാജ്യത്തെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്ന് കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. എന്നാൽ ഈ പ്രതിഷേധ സ്വരങ്ങൾ കോൺഗ്രസിനെയും CPMനെയും ഒട്ടും അലോസരപ്പെടുത്തിയില്ല. പിന്നാക്കക്കാരന്റെ ആശങ്കകളെക്കാൾ മുന്നോക്കക്കാരന്റെ പ്രീതിയായിരുന്നു എല്ലാവരും ആഗ്രഹിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാൻ CPMനും കോൺഗ്രസിനും അവരുടെ പാർട്ടി യോഗങ്ങൾ ഒരിക്കൽ പോലും ചേരേണ്ടി വന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ദലിത് മുസ്ലിം അധസ്ഥിത വിഭാഗങ്ങളെ നൂറ്റാണ്ടുകൾ നീണ്ട സാമൂഹിക ബഹിഷ്കരണത്തിലൂടെ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അകറ്റി നിർത്തി പിന്നാക്കാവസ്ഥയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട അതേ സവർണ മനോഭാവം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നത്. ഇക്കാര്യത്തിൽ BJPക്കും കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും ഇടയിലുള്ള വ്യത്യാസം അവരുടെ കൊടികളുടെ നിറം മാത്രമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെ കസേരയിലിരുന്ന് AK ബാലന് സാമ്പത്തിക സംവരണത്തെ സ്വാഗതം ചെയ്യേണ്ടി വന്നപ്പോൾ ദലിത് സംവരണത്തിന്റെ ആനുകൂല്യം പറ്റി പാർലമെന്റിൽ ഇടം പിടിച്ച P ബിജുവിനും കൊടിക്കുന്നിൽ സുരേഷിനും മുന്നോക്ക സംവരണത്തിന് വേണ്ടി കൈപൊക്കേണ്ടി വന്ന ഗതികേടുണ്ടായത് അതുകൊണ്ടാണ്. ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണവും പിന്നോക്കക്കാരന്റെ ഉന്നമനവും ദലിതന്റെ വിമോചനവുമെല്ലാം ഇക്കൂട്ടർക്ക് മേൽജാതിക്കാരനെ അലോസരപ്പെടുത്താതെ സൗകര്യപൂർവ്വം എടുത്തുപയോഗിക്കാനുള്ള രാഷ്ട്രീയോപകരണങ്ങൾ മാത്രമായിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ സവർണ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുക എന്നത് നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും രാഷ്ട്രീയമായ ആവശ്യമായിരുന്നു. പിന്നോക്കക്കാരനെ സുഖിപ്പിക്കാൻ ചില പ്രസ്താവന പൊടിക്കൈകൾ പ്രയോഗിച്ചതൊഴിച്ചാൽ കോൺഗ്രസ് അടക്കമുള്ള UPA കക്ഷികളും CPM അടക്കമുള്ള ഇടത് പാർട്ടികളും നിർണായകമായ വോട്ടെടുപ്പിൽ RSSനെ കടത്തിവിട്ടുന്ന സവർണ ഭക്തന്മാരായി മാറുകയും ചെയ്തു. ജാതിയുടെയും മതത്തിന്റെയും പേരുള്ള വിവേചനത്തിനിരയായി സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ടവർക്ക് അവസര സമത്വവും അധികാര പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനാണ് ഭരണഘടനയുടെ 9-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി സാമുദായിക സംവരണം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. മറിച്ച് ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കി സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയയല്ല സംവരണമെന്ന് കോടതികൾ പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാർ സർവീസിലെ പിന്നാക്ക സംവരണ ചരിത്രത്തിന് 1936 മുതലുള്ള ചരിത്രം പറയാനുണ്ടെങ്കിൽ കേന്ദ്രത്തിലെ പിന്നാക്ക സംവരണത്തിന് 4 നൂറ്റാണ്ടിന്റെ പഴക്കം മാത്രമാണുള്ളത്. സംവരണാനുകൂല്യം ഉണ്ടായിട്ടും രാജ്യത്തെ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സർക്കാർ സർവീസിലും അധികാര സ്ഥാനങ്ങളിലും അർഹമായ പങ്കാളിത്തം ഉണ്ടായിട്ടില്ലെന്നാണ് വിവിധ പഠനങ്ങൾ തെളിയിക്കുന്നത്. ദേശീയ തലത്തിൽ രജീന്ദർ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും രംഗനാഥ കമ്മീഷൻ റിപ്പോർട്ടും കേരളത്തിൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടുമെല്ലാം ഇതിന് തെളിവായി നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇത്തരം പ്രാതിനിധ്യക്കുറവ് നികത്തുന്നതിനും
സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനും കേന്ദ്രത്തിലും കേരളത്തിലും മാറി മാറി വന്ന സർക്കാരുകൾ ഒരു കാലത്തും താല്പര്യം കാട്ടിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. BJPയുടെ തീവ്ര ഹിന്ദുത്വത്തിന് ബദലായി മൃദുഹിന്ദുത്വം പയറ്റുന്ന ഉത്തരേന്ത്യൻ ഗോസായി പാർട്ടിയായ കോൺഗ്രസ് സവർണ പ്രീണനത്തിന്റെ കാര്യത്തിൽ പണ്ടേ ഒരുപടി മുന്നിലാണ്. ബാബരി മസ്ജിദ് ഹിന്ദുക്കൾക്ക് പൂജയ്ക്കായി തുറന്നുകൊടുത്തതടക്കം കലാപകലുഷിതമായ ഉത്തരേന്ത്യൻ സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് പുഷ്പവൃഷ്ടി നടത്താതെ KPCC അധ്യക്ഷൻ സ്ഥാനമേറ്റിട്ടില്ലാത്ത പതിവ് പണ്ടേ ഇല്ലാത്തതിനാൽ സംസ്ഥാന കോൺഗ്രസിന്റെ കാര്യവും തദൈവം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഹിന്ദി ബെൽറ്റിൽ സവർണ സമുദായങ്ങൾ തുണച്ചുവന്ന പ്രതീതി കൂടി നിലനിൽക്കുന്നതിനാൽ കോൺഗ്രസിനുള്ളിലെ സവർണബോധം കുറച്ചുകൂടി ശക്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ട UPAയിലെ മറ്റ് കക്ഷികൾ ഒന്നടങ്കം ബില്ലിനെ അനുകൂലിച്ചപ്പോൾ നേർത്തതാണെങ്കിലും വിയോജിപ്പിന്റെ ശബ്ദമുയർത്താൻ മുസ്ലിം ലീഗിന്റെ സ്വത്വ രാഷ്ട്രീയത്തിന് മാത്രമാണ് കഴിഞ്ഞത്. ദേവസ്വം ബോർഡിൽ സാമ്പത്തിക സംവരണം നടത്തി മുന്നോക്ക പ്രീണനത്തിൽ മോഡിക്കും മുമ്പേ നടന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ അദ്ദേഹം ഉടനടി സ്വാഗതം ചെയ്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. യെച്ചൂരിയും VSഉം മറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല. കേരളത്തിൽ നിന്നുള്ള MP-മാർ എന്തു ചെയ്യണമെന്ന് കേരള പാർട്ടി തന്നെ തീരുമാനിക്കും. കണ്ണൂരിൽ നിന്നുള്ളവർ കേന്ദ്രത്തിലേക്ക് പോയാൽ അതാണ് കേന്ദ്ര കമ്മിറ്റി എന്ന കോൺഗ്രസുകാരുടെ ആക്ഷേപം അക്ഷരാർത്ഥത്തിൽ പുലർന്നുവെന്ന് സാരം. അവസര സമത്വത്തിനു വേണ്ടി വനിതാമതിൽ പടുത്തുയർത്തവർ ഇതേ ആവശ്യം മുൻനിർത്തി നമ്മുടെ മുൻഗാമികൾ രേഖപ്പെടുത്തിയ മലയാളി മെമ്മോറിയലിന്റെയും ഈഴവ മെമ്മോറിയലിന്റെയും മലബാർ സമരത്തിന്റെയും നിവർത്തന പ്രക്ഷോഭത്തിന്റെയും ഒക്കെ നാൾവഴികൾ ഒരിക്കൽ കൂടി മറിച്ചു നോക്കുന്നത് നന്നാവും. നവോത്ഥാനമെന്ന് നമ്മൾ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന സാമൂഹിക ഉയർത്തെഴുന്നേൽപ്പിന് ഊർജം പകർന്ന പിന്നാക്ക സമുദായങ്ങളുടെ ത്യാഗോജ്ജലമായ പോരാട്ടങ്ങൾ അത്തരം ചരിത്ര മുഹൂർത്തങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നൂറ്റാണ്ടുകൾക്കിപ്പുറം വനിതകളെ അണിനിരത്തി ആവിഷ്കരിച്ച നവോത്ഥാന മതിലിന് പിൻബലം നൽകിയ അതേ കൈകൾ തന്നെ പാർലമെന്റിൽ മുന്നോക്ക സംവരണത്തിനു വേണ്ടി ഉയർത്തുമ്പോൾ അത് യഥാർത്ഥ നവോത്ഥാന മൂല്യങ്ങളോടും ചരിത്ര യാഥാർത്ഥ്യങ്ങളോടുമുള്ള അവഹേളനം കൂടിയാവുകയാണ്. മുന്നോക്ക സംവരണത്തിനു വേണ്ടി പാർലമെന്റിൽ കൈപൊക്കിയവരെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നാക്കക്കാരൻ സംവരണത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഭരണകൂടത്തിന്റെ ഔദാര്യമല്ല, മറിച്ച് ഭരണ നിർവഹണത്തിൽ അർഹമായ പങ്കാളിത്തമാണ്. മറുപക്ഷത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച തേജസ് ന്യൂസിൽ.